ഞങ്ങളെല്ലാവരെയും കണ്ടു തമ്പുരാന്, ഞങ്ങളെല്ലാവരെയും കണ്ടു തമ്പുരാന്. പടച്ചവനെ, ഇന്നുവരെ കാണാത്ത ഒരാളുണ്ട് റബ്ബേ. സ്വർഗവാസികൾ അല്ലാഹുവോട് പറയുകയാ, ഈ കണ്ണുകൊണ്ട് എല്ലാവരെയും കണ്ടു പടച്ചവനെ. ഉമ്മാനെ കണ്ടു, വാപ്പാനെ കണ്ടു, കൂടപ്പറപ്പിനെ കണ്ടു, കൂട്ടുകാരെ കണ്ടു, ഭാര്യയെ കണ്ടു, മക്കളെ കണ്ടു, ഈ ദുനിയാവിന്റെ ആഡംബരം കണ്ടു. പടച്ചവനെ, അസ്റായിലിനെ കണ്ടു, ഖബറ് കണ്ടു, ഖബറിൽ വരുന്ന മലക്കുകളെ കണ്ടു, മസ്റയിൽ കടന്നു വന്നു, സിറാത്ത് കണ്ടു, മീസാൻ കണ്ടു, ഹൗദുൽ കൗസർ കണ്ടു, അർശ് കണ്ടു, കുർസി കണ്ടു, ലൗഹ് കണ്ട്, കലം കണ്ട്, ജിബ്രീൽ മുതലുള്ള എല്ലാ മലക്കുകളെയും കണ്ടു, ആദം നബി മുതൽ മുത്തി നബി വരെയുള്ള പ്രവാചകന്മാരെ മുഴുവനും കണ്ടു. നരകത്തെ കണ്ടു, സ്വർഗത്തെ കണ്ടു. പക്ഷേ ഞങ്ങൾക്ക് കാണാനുള്ളത് ഇതൊന്നുമല്ല പടച്ചവര്. ഇന്നുവരെ കാണാത്ത ഒന്നുണ്ട് തമ്പുരാന്. ഞങ്ങൾ ദുനിയാവിൽ ജീവിക്കുമ്പോ പലരും അവരവരുടെ ദൈവങ്ങളെ കണ്ടുകൊണ്ട് ആരാധിച്ചവരാ, അവരവരുടെ ദൈവങ്ങളെ കണ്ടുകൊണ്ട് ആരാധിച്ചവരാ. പക്ഷേ ഹയ്യാ അലൽ അല്ലാഹുവിന്റെ ഭവനത്തിൽ നിന്ന് ആ ബാങ്ക് വിളി കേട്ടപ്പോ കൈയില്ലാത്ത, കണ്ണില്ലാത്ത, കാലില്ലാത്ത, ശരീരമില്ലാത്ത, എങ്ങനെയാണെന്ന് പോലും നിങ്ങൾക്കറിയില്ല പടച്ചവര്. നീ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് പോലും ഞങ്ങൾക്കറിയില്ല പടച്ചവര്. നിന്നെ കാണാതെ 5 നേരവും നിന്റെ മുമ്പിൽ വന്ന് തലകുനിച്ചവരാണ് റബ്ബേ. ഇന്നുവരെ ഞങ്ങളാരും നിന്നെ കണ്ടിട്ടില്ല അല്ലാഹ്. ഇന്നുവരെ ഞങ്ങളാരും എവിടെയൊക്കെ നോക്കിയിട്ടും നിന്നെ കണ്ടിട്ടില്ല അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾക്ക് കാണണം തമ്പുരാന്. ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ഈ ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ച റബ്ബുണ്ടല്ലോ അല്ലാഹുവേ, നിന്നെ ഒരു വട്ടമൊന്ന് കാണണം തമ്പുരാന്. അതിനു വേണ്ടിയാ ജീവിച്ചത്, അതിനു വേണ്ടിയാ ഞങ്ങൾ ജീവിച്ചത്, അതിനു വേണ്ടിയാണ് ഈ സ്വർഗത്തിൽ വന്നത്. റബ്ബേ, എന്തിനാണ് സ്വർഗത്തിൽ വന്നതെന്നറിയോ? നിന്നെ കാണണമെങ്കിൽ സ്വർഗത്തിൽ വരണം പടച്ചവര്. നിന്നെ കാണണമെങ്കിൽ സ്വർഗത്തിൽ വരണം പടച്ചവര്. അതുകൊണ്ട് നിന്നെയൊന്ന് കാണണം പടച്ചവര്. വല്ലാത്ത ആഗ്രഹമാണല്ലോ. അല്ലാഹുവോട് സ്വർഗവാസി പറയുമ്പോ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ്, ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ്. എല്ലാവരും തല ഉയർത്തി നോക്കുകയാ. ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് തല ഉയർത്തി നോക്കുമ്പോ ഫയർഫഉൽ ഹിജാബ്, അല്ലാഹു തന്റെ മറകെടുത്തങ്ങ് മാറ്റുകയാ. അല്ലാഹു തന്റെ മറകെടുത്തങ്ങ് മാറ്റുകയാ. ഫയൻദുറൂന ഇലാ വജ്ഹില്ലാഹ്, മുത്തുനബി അവിടെ നിന്ന് പറയുകയാണ്, അല്ലാഹു തന്റെ മറകെടുത്തങ്ങ് മാറ്റുമ്പോ എല്ലാവരും അല്ലാഹനെ കാണുകയാ. 14 ചന്ദ്രനെ കാണുന്നത് പോലെ ഇന്നകും സതറൗന റബ്ബകും കമാ തറൗനൽ ഖമർ ലൈലത്തുൽ ബദ്രി. 14 രാവിലെ ചന്ദ്രനെ കാണുന്നത് പോലെ ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനെ കാണുകയാണോ? അല്ലാഹു പറയുകയാ, അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ജന്ന. അല്ലാഹു സലാം പറയുകയാ, അല്ലാഹു സലാം പറയുകയാ. ഉജൂഹു യൗമഇദിൻ നാളിറാ ഇലാ റബ്ബിഹാ നാളിറാ. പടച്ചവരെ, അല്ലാഹുവിന്റെ ലിഖാ കാണുകയാ, അല്ലാഹുവിന്റെ ലിഖാ കാണുകയാ. നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ സ്വഹാബാ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഒരു അടിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്നറിയോ? അത് അല്ലാഹനെ കണ്ടുമുട്ടലാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിൽ ഒരു അടിമയ്ക്ക് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം അത് പടച്ച റബ്ബിനെ കണ്ടുമുട്ടല. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹനെ കാണണമെങ്കിൽ എവിടെ പോണം? എവിടെ പോയാലും അല്ലാഹനെ കാണാൻ പറ്റൂ? പറഞ്ഞങ്ങാതി എവിടെ പോയാലേ കാണാൻ പറ്റൂ? അല്ലാഹനെ കാണണമെങ്കിൽ സ്വർഗത്തിൽ തന്നെ പോകണം. അവിടെ പോയാലേ കാണാൻ പറ്റൂ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ കണ്ണുകൾക്ക് അതിനുള്ള കാഴ്ച നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്കതിനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനെ കാണണമെങ്കിൽ അത് എല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യമല്ല. അത് അത്ര എളുപ്പത്തിൽ കഴിയുന്ന ഒരു കാര്യമല്ല. അല്ലാഹനെ കാണണമെങ്കിൽ എവിടെ പോണം? പറ കാക്കാമാരെ, എവിടെ പോണം? പോകുവോ? പോകുവോ? ഇൻഷാ അല്ലാഹ് നോക്കാന്നില്ലേ? എവിടെ പോകാനാ ചങ്ങാതി? സ്വർഗത്തിന്റെ വാസന 500 വർഷത്തെ വഴിദൂരം വരെ അടിച്ചു വീശുന്ന ആ സ്വർഗത്തിന്റെ സുഗന്ധം 500 കൊല്ലത്തെ വഴിദൂരം വരെ അടിച്ചു വീശുന്ന ആ വാസനയെങ്കിലും കിട്ടുമോ എന്ന് ചിന്തിച്ചേ. എന്റെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പറയും, എനിക്ക് അതിനുള്ള യോഗ്യത ഉണ്ടാവില്ല. നമ്മുടെ സ്വഭാവം നമുക്കല്ലേ അറിയൂ. നമ്മളെന്താ എല്ലാവരും മുമ്പിലും എല്ലാവരും കയ്യൊക്കെ മുത്താൻ വരുമ്പോ വല്ലാത്ത പേടിയാടോ. എന്റെ സ്വഭാവം എന്തെന്നല്ലേ എനിക്കറിയൂ. അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു എല്ലാവരെയും നന്നാക്കി തരുമാറാകട്ടെ. അപ്പൊ പടച്ചവനെ കാണാൻ പറ്റുന്നത് ആർക്കാ? എല്ലാവർക്കും ഒന്നും കാണാൻ പറ്റൂല. അള്ളാഹനെ കാണാൻ പറ്റണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹു ചില നന്മകൾ പറയുന്നുണ്ട്. ആ നന്മകൾ ജീവിതത്തിൽ ചെയ്യാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ നമുക്ക് അള്ളാഹനെ കണ്ടുമുട്ടാൻ കഴിയും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് സമയം 9 മണിയായി. 1 മണിക്കൂറുണ്ട്. ഈ 1 മണിക്കൂറിന്റെ ഇടയിൽ അൽഹംദുലില്ലാ പറയാൻ പറ്റുന്ന നന്മകൾ പറഞ്ഞു ദുആ ചെയ്തു പിരിയാം ഇൻഷാ അല്ലാഹ്. ഒരു 3 സ്വലാത്ത്. സംഘാടകരെന്തേ ഇപ്പൊ ബക്കറ്റ് എടുത്തോ? നീ ഇടയ്ക്കൊരു ബക്കറ്റ് എടുക്കണ്ടല്ലോ. ബക്കറ്റില്ലേ? ബക്കറ്റില്ലേ? എന്താ ഉസ്താദ്, ബക്കറ്റില്ലേ? ഇനി ഇടയിൽ എടുക്കണ്ട. അൽഹംദുലില്ലാ ഒരു ബക്കറ്റ്. ബക്കറ്റില്ലേ? ബക്കറ്റ് എന്നല്ലേ പറയാ? ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ. ഇനി ഇടയിൽ എടുക്കാൻ നിൽക്കണ്ട. എന്റെ പ്രിയപ്പെട്ട സഹോദര, സദഖത്തു റദ്ദുൽ ബല, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. സുള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയിൽ പുത്തൂരെത്തുന്നതിന് മുമ്പ് ഒരു ആക്സിഡന്റ് കണ്ടിട്ടാണ് ഞാൻ വരുന്നേ. എത്ര അപകടങ്ങൾ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കാണുന്നു. എത്രയോ മാരകമായ രോഗങ്ങൾ പിടിച്ചവരെ നമ്മൾ കാണുന്നു. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ തസ്രീം എന്ന് പറയുന്ന പള്ളങ്കോടുള്ള എന്റെ കൂട്ടുകാരൻ പറഞ്ഞു, ഉസ്താദെ, ഈ നാടിന്റെ പരിസരത്ത് എവിടെയോ ഒരു സഹോദരിയുടെ കരളു മാറ്റിവെക്കാൻ വേണ്ടിയുള്ള ഒരു പിരിവ് നടന്നുകൊണ്ടിരിക്കുന്നു. 40 ലക്ഷം രൂപയെങ്ങാണ്ട് വേണം കരളു മാറ്റിവെക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പിരിവ് നടന്നുകൊണ്ടിരിക്കുന്നു. ഉസ്താദെ, ആ സഹോദരിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന്. അല്ലാഹുവേ, ആ പാവപ്പെട്ട സഹോദരിക്ക് നീ ശിഫ കൊടുക്കണേ അല്ലാ, നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഒരു സഹോദരി, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 40 ലക്ഷം രൂപ, 20 ലക്ഷം കണ്ട, ഇനി എത്രയോ വേണമെന്ന് പറയുന്നത് കേട്ടു. അള്ളാഹു ആരൊക്കെ സഹായിച്ചോ നീ അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കണേ പടച്ചവനെ. എനിക്ക് എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. മഞ്ഞപ്പിത്തം കരളിൽ ബാധിച്ചു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ 40 ലക്ഷം രൂപ വേണം മാറ്റിവെക്കാൻ. അദ്ദേഹം പോകുമ്പോ ഞാൻ ചോദിച്ചു, ഇക്ക ഇത് മാറ്റിവെക്കണോ? അപ്പൊ ഡോക്ടർമാർ വളരെ നിസ്സാരമായി പറഞ്ഞു, എളുപ്പമാ, മാറ്റിവെച്ചാൽ റെഡിയാവും. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തെ സർജറിക്ക് പോയിട്ട് നാളെ സർജറിയാണ്. പിറ്റേ ദിവസം രാത്രി ഞങ്ങൾ ഒരുമിച്ചിരുന്നു കൊണ്ട് നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോഴും ഞാൻ ചോദിച്ചു വേണോ എന്ന്. കരള് മാറ്റിവെച്ചു. 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയുന്നു അത് ഫെയിലായി പോയി. 48 മണിക്കൂറിന്റെ ഉള്ളിൽ അടുത്ത കരള് വെക്കണം, ഇല്ലെങ്കിൽ ആള് മരിച്ചു പോകുന്നു. ഇന്ന് പള്ളിപ്പറമ്പില. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിനെ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. എന്തെല്ലാം രോഗങ്ങൾ, ക്യാൻസർ, ട്യൂമർ, മാരകമായ രോഗങ്ങൾ, പെട്ടെന്ന് എന്തെല്ലാം രോഗങ്ങൾ, അപകടങ്ങൾ, ദുരന്തങ്ങൾ നമ്മളെ തേടി വരുന്നു. ഈ ഇരിക്കുന്നതിൽ എത്ര പേർക്ക് എന്തെല്ലാം രോഗങ്ങളുണ്ട്? എടോ, നമുക്ക് എന്തെങ്കിലും രോഗമുണ്ടോ എന്ന് നമുക്കറിയുന്നുണ്ടോ? നമ്മൾ ചിരിച്ചും കളിച്ചും നടക്കുക. എന്തെങ്കിലും ഒന്ന് വരുമ്പോഴേ നമുക്കറിയാം. അപ്പൊ നബി, ചിലര് പറഞ്ഞു, ഉസ്താദെ, ഞാൻ എന്തു മരുന്ന് കഴിച്ചിട്ടും എന്റെ രോഗം മാറുന്നില്ല. നബിതങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാൽ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എടോ, സദഖ കൊടുത്തിട്ട് ചികിത്സിക്കും. ഒരു ഡോക്ടറെ കാണെങ്കിൽ എത്ര രൂപ കൊടുക്കണം? ഒരു സർജറിക്ക് എത്ര ലക്ഷങ്ങൾ വേണം? ഇന്ന് ഈ മുത്തഅല്ലിമായ മക്കൾ 180ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്ഥാപനത്തിന് വേണ്ടി ബക്കറ്റുമായി നിന്റെ മുമ്പിൽ വരുമ്പോ 10 രൂപ നിന്റെ പോക്കറ്റിൽ ഇരിക്കുന്നത് എടുത്തു കൊടുത്തിട്ട്, അള്ളാഹുവേ, എന്റെ ശരീരത്തിൽ ഏതെങ്കിലും മാരക രോഗത്തിന്റെ അണുക്കൾ ഉണ്ടെങ്കിൽ അള്ളാഹ് നീ കരിച്ചു കളയണേ അള്ളാഹ്.
എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ. ആ ഒരു 10 രൂപ പോലെ സഹോദരൻ നിനക്ക് രക്ഷപ്പെടാൻ. അതുകൊണ്ട് അൽഹംദുലില്ലാ ഈ മക്കൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. ഒരാളും വെറും കൈയോടെ മടക്കരുത്. സാധാരണ ഒരാളല്ല വരുന്നത്, മലക്കുകൾ ചിറക് താഴ്ത്തി ബഹുമാനിക്കുന്ന വിഭാഗം. മലക്കുകൾ ചിറക് താഴ്ത്തി ബഹുമാനിക്കുന്ന വിഭാഗം. പള്ളിപ്പറമ്പിലേക്ക് ചുമ്മാതെ ഇറങ്ങിപ്പോയാൽ ആ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന ഖബറാളികൾക്ക് പോലും അല്ലാഹു പുറത്തു കൊടുക്കുന്ന വിഭാഗം. അതാണ് മുതഅല്ലിമീങ്ങൾ. അവര് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ. അൽഹംദുലില്ലാ, ഒരാളും നിന്റെ മനസ്സിന്റെ നിയ്യത്തുകൾ കരുതിയിട്ട് അൽഹംദുലില്ലാ ഒരു നല്ല സദഖ ബക്കറ്റിലേക്ക് ഇട്ടുകൊടുക്ക്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അല്ലാഹു സ്വീകരിക്കുമാർ. എന്താ ബക്കറ്റ് കൊണ്ട് പോകുന്നില്ലേ? ഒരു ബക്കറ്റേ ഉള്ളൂ, അവിടെ ഒന്നേ ഉള്ളൂ. ഈ ചങ്ങായിക്ക് നല്ല പിരിക്കാൻ അറിയുന്ന ആളാ. അതുകൊണ്ട് നിങ്ങൾ ഇപ്പം അൽഹംദുലില്ലാ അള്ളാഹു ഇപ്പോഴും ദുബൈയിലൊക്കെ പോയി നല്ല കാശാക്കിയിട്ടാ വന്ന. അൽഹംദുലില്ലാ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അതൊരു കഴിവാടോ? അൽഹംദുലില്ലാ അദ്ദേഹത്തിന് വേണ്ടിയല്ലല്ലോ, ഈ സ്ഥാപനത്തിന് വേണ്ടിയല്ല. അൽഹംദുലില്ലാ അള്ളാഹു ഉസ്താദ് അവരുടെ മുഖത്ത് കാണുന്ന സന്തോഷം അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ അള്ളാഹുവിനെ കണ്ടുമുട്ടണം. അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള വഴി എന്താ? അള്ളാഹ് തന്നെ പറയുകയാ. അള്ളാഹിനെ കണ്ടുമുട്ടാനുള്ള വഴി എന്താണ്? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ. മുത്തുനബിയുടെ ഹദീസുകൾ എടുത്ത് വായിച്ചു നോക്ക്. വമൻ കാന യർജൂ ലിഖാ അല്ലാഹ് ഫൽയുക്രിം അഹ്ലല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, പടച്ച റബ്ബിന്റെ ലിഖാ കാണണോ? അല്ലാഹനെ കാണാൻ ആഗ്രഹമുണ്ടോ? പടച്ചവനെ കാണാൻ ആഗ്രഹമുണ്ടോ? ആ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നീ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവിലേക്ക് അടുത്ത ചില ആൾക്കാരുണ്ടോ? നബി തങ്ങളെ പറഞ്ഞു, സ്വഹാബാ അഹ്ലുൽ ഖുർആൻ, അഹ്ലുൽ ഖുർആൻ ഖാസുല്ലാഹ്. അവരാരാണെന്നറിയുമോ? അവരാരാണെന്നറിയുമോ? ഖുർആനിന്റെ അഹ്ലുകാരാ, ഖുർആനിന്റെ അഹ്ലുകാരാ, ഖാസുല്ലാഹ്. അവർ അല്ലാഹുവിലേക്ക് അടുത്തവരാണ്. അവർ അല്ലാഹുവിന്റെ ഒരു പ്രത്യേക വിഭാഗമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെടുന്നവരുണ്ടല്ലോ, പഠിക്കുന്നവരുണ്ടല്ലോ, പഠിപ്പിക്കുന്നവരുണ്ടല്ലോ, ബഹുമാനിക്കുന്നവരുണ്ടല്ലോ, പാരായണം ചെയ്യുന്നവരുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഖുർആനിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കുകയും ആരാണോ ചെയ്യുന്നത്, ആ ഖുർആനുമായി ബന്ധപ്പെട്ടവർ അല്ലാഹുവിന്റെ അടുത്ത ആൾക്കാരാ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, വഅദ് തുടങ്ങുന്നതിന് മുമ്പ് അതാ ഹാഫിളീങ്ങളായ മക്കളെ വിളിച്ചിട്ട് ആദരിച്ചല്ലോ. കണ്ടപ്പോ മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നിയടോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിച്ച ഹാഫിളീങ്ങളായ മക്കളെ ആദരിക്കുന്നത് കണ്ടപ്പോ വലിയ സന്തോഷമുണ്ടായി. എടോ, ഖുർആനുമായിട്ട് ബന്ധപ്പെടടോ. അള്ളാന്റെ ഖുർആനിനെ ബഹുമാനിക്ക്, അള്ളാഹുവിന്റെ ഖുർആനിനെ ആദരിക്ക്, അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്ക്. ഇന്ന് സമുദായം പരിഗണിക്കുന്നില്ലടോ. മുസ്ലിം സമുദായം വല്ലാത്ത ഒരു ദുരന്തകരമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാ. എവിടെ നോക്കിയാലും മുസ്ലിം സമുദായം ഒറ്റപ്പെട്ടു പോവുകയാണ്. ഈ ഉമ്മത്ത് വല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്നു, ഇസ്സത്ത് നഷ്ടപ്പെട്ടു പോകുന്നു. ആർക്ക് വേണമെങ്കിലും മുസ്ലിം സമുദായത്തെ എന്തും പറയാൻ കഴിയുന്ന അവസ്ഥയാണല്ലോ സഹോദരാ. ഓരോ ദിവസവും നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. പത്രമെടുത്ത് വായിച്ചു നോക്കുമ്പോൾ ഒരു കൊലപാതകം നടന്നു എന്ന വാർത്ത കേട്ടാൽ കുറെ കാലം മുമ്പ് നമുക്ക് വല്ലാത്ത ഒരു വാർത്തയായിരുന്നു. ഒരു കൊലപാതകം എന്ന് പറയുന്നത് വല്ലാതെ അത്ഭുതത്തോടു കൂടി ഞാനും നിങ്ങളും വായിച്ചിരുന്ന വാർത്തയാണ്. പക്ഷേ ഇന്ന് പടച്ചവനെ പത്രത്തിൽ കൊലപാതകം എന്ന് പറയുന്നത് സാധാരണ ഒരു വാർത്തയായി മാറി.
സാധാരണ ഒരു വാർത്തയായി മാറി. പണ്ട് ഫ്രണ്ട് പേജിലായിരുന്നെങ്കിൽ ആ വാർത്ത ഇന്ന് പടച്ചവനെ ഉൾപേജുകളിലേക്ക് മാറുകയാണ്. കൊലപാതകങ്ങൾ സാധാരണ വാർത്തയായി. പടച്ചവനെ വാപ്പ മക്കളെ കൊല്ലുന്നു, മക്കൾ ഉമ്മാനെ കൊല്ലുന്നു. അല്ലാഹുവേ കൂടപ്പറപ്പുകൾ പരസ്പരം തല്ലിച്ചാകുന്നു, കൂട്ടുകാര് പരസ്പരം തല്ലിക്കൊല്ലുന്നു, കൂടെ പഠിക്കുന്ന കൂട്ടുകാരൻ തല്ലിക്കൊല്ലുന്നു. അല്ലാഹുവേ ഭയപ്പെടുത്തുന്ന വാർത്തകളാണ്. ഇന്നലെയും പടച്ചവര് ഉമ്മാടെ കഴുത്ത് മുറിച്ചിട്ട് കബറിനകത്ത് കെട്ടിവെച്ചിട്ട് 3 ദിവസത്തോളം പടച്ചവനെ ആ ഉമ്മയുടെ തല പൊതിഞ്ഞു വെച്ച മകന്റെ വാർത്ത വായിച്ചവരാ. കൂടപ്പറപ്പുകൾ പരസ്പരം തല്ലിച്ചാകുന്നു. അതാ കൊലപാതകങ്ങൾ ഇന്ന് സാധാരണ വാർത്തയായി മാറുന്നു. കള്ളം, കഞ്ചാവും, മയക്കുമരുന്നും ലഹരിയും. അല്ലാഹുവേ ഏത് കേസെടുത്താൽ, പത്രത്തിൽ വരുന്ന ഏത് വാർത്തയെടുത്താലും അതിൽ പടച്ചവനെ താടിയുള്ളവനുണ്ട്, മുസ്ലിം നാമധാരികളുണ്ട്. മുസ്ലിം ഉമ്മത്തില്ലാത്ത ഒരു വാർത്തയുമില്ലടോ. ബാംഗ്ലൂരിൽ നിന്ന് കള്ളും കഞ്ചാവുമായി വന്നവരെ പിടിച്ച വാർത്തകൾ ഈ കഴിഞ്ഞ 1 മാസത്തെ കണക്കെടുത്ത് നോക്ക് സഹോദരാ. എത്ര പേരാ മക്കള് യുവത്വത്തിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാര് മാത്രമാണോ? 40ഉം 45ഉം വയസ്സുള്ളവർ വരെ കുടുങ്ങുന്നില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങ് കേരളത്തിലെ സ്വയ്യിദന്മാര് പോലും പടച്ചവര് തങ്ങളെ വരെ MDM കേസിൽ അകത്ത് കിടക്കുന്നുണ്ട്. എവിടെ എത്തി നിൽക്കുന്നു? പാവം ചെയ്യാ പേടിയില്ലടോ, കൊലപാതകങ്ങൾ ചെയ്യാ പേടിയില്ലടോ, കൊട്ടേഷൻ നടത്താ പേടിയില്ലടോ. ആര് പറഞ്ഞാലും അനുസരിക്കാത്തൊരവസ്ഥയിലൂടെ ഇന്നത്തെ യുവതലമുറ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് എല്ലാവർക്കും പേടിയാടോ. വഴുത് കേൾക്കാഞ്ഞിട്ടാണോ? ഉപദേശം കേൾക്കാഞ്ഞിട്ടാണോ? എല്ലാം കേട്ടിട്ടും നന്നാകാ പറ്റുന്നില്ലടോ. സഹോദരാ പേടി തോന്നുകയാണ്. വാപ്പ ചോദിക്കുന്നു, ഉസ്താദേ 15 വയസ്സേ ഉള്ളൂ, 18 വയസ്സേ ഉള്ളൂ, അവൻ എന്നെ തല്ലാൻ വരുന്നു ഉസ്താദേ, അവൻ എന്നെ തല്ലാൻ വരികയാണ്. 15 വയസ്സുകാരി ഉമ്മാന്റെ നേരെ നിന്ന് ചീത്ത പറയുകയാണ്, അവൾ കയർക്കുകയാണ്. പേടിയാവുക. എന്തു പറ്റി ഈ സമുദായത്തിന്? എന്തു പറ്റി ഈ സമുദായത്തിന്? ഇവരെ ഇനി എങ്ങനെയാണ് നന്നാക്കുന്നത്? അടിച്ചുവിട്ട പട്ടം പോലെ യുവതലമുറ പറന്നു നടക്കുകയാണ്. ഇനി നന്നാക്കാൻ ആരുമില്ലെന്നുള്ള ധാരണയില് സഹോദരാ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങിക്കോ. ഖുർആനിനെ ബഹുമാനിക്കൂ. ഖുർആനൊന്ന് ഓതടാ ചെറുപ്പക്കാരാ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അതെടുത്തൊന്ന് പാരായണം ചെയ്യാൻ കഴിഞ്ഞാൽ, അതൊന്ന് ഓതാൻ കഴിഞ്ഞാൽ മാറുമടാ ചെറുപ്പക്കാരാ. വാപ്പാ 40ഉം 50ഉം വയസ്സുള്ള ഉപ്പമാരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തൊന്ന് പാരായണം ചെയ്താൽ നിന്റെ ജീവിതത്തിൽ മാറ്റം വരികയാണ്. എന്റെ മകൻ ഉമർ ഒരിക്കലും നന്നാകില്ലെന്ന് പറഞ്ഞ് ജനങ്ങൾ മുഴുവനും എഴുതി തള്ളിയ മനുഷ്യനാണ് ഖത്താബിന്റെ മകൻ ഉമർ. ഉമറിന്റെ അയൽവാസിയോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി. അയൽവാസിയുടെ മറുപടി എന്തെന്നറിയുമോ? വീടിന്റെ മുറ്റത്ത് കെട്ടിക്കിട്ടിരിക്കുന്ന കഴുത മുസ്ലിമായി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഞാൻ തയ്യാറാ, വിശ്വസിക്കാൻ ഞാൻ തയ്യാറാ. പോകുന്ന വഴിയിൽ ഒരാൾ ചോദിക്കുന്നു, എവിടെ പോകുന്നു ഉമറ്? മുഹമ്മദിന്റെ തലയെടുക്കാൻ പോവുകയാ. ആദ്യം വീട് നന്നാക്കടാ, ആദ്യം വീട്ടുകാരെ നന്നാക്കടാ, എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാം ഉമറ്. നിന്റെ കൂടപ്പിറപ്പ് ഫാത്തിമ മുസ്ലിമായിരിക്കുകയാ. ആദ്യം അവളെ നന്നാക്ക്, ആദ്യം അവളെ നന്നാക്ക്. കൂടപ്പിറപ്പ് മുസ്ലിമായെന്ന വാർത്ത കേൾക്കുമ്പോ ഉമറിന് നാണക്കേടായടോ. ഫാത്തിമയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഭാര്യയും ഭർത്താവും കൂടെ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. റബ്ബേ, ഉമർ വീടിന്റെ അകത്തേക്ക് ഇരച്ചു കയറി കൂടപ്പറപ്പിനെ തല്ലിച്ചതയ്ക്കുകയാണ്. ഫാത്തിമയുടെ വായിലൂടെ മൂക്കിലൂടെ ബ്ലഡ് ഒഴുകുകയാണ്. നാദാ, രക്തത്തിൽ കുളിച്ചുകൊണ്ടിരുന്ന് കരയുന്ന കൂടപ്പറപ്പിനെ കണ്ടപ്പോ ഉമറിന്റെ മനസ്സൊന്ന് പിടഞ്ഞടോ. ഉമറിന്റെ ദേഷ്യമൊന്നു മാറിയടോ. ഉമർ ചോദിക്കുന്നു, ഫാത്തിമ
ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ നീ എന്തോ പാടുന്നത് കേട്ടല്ലോ ഫാത്തിമ, എന്താണെന്ന് ചോദിക്കുമ്പോ ഫാത്തിമ പറയുന്നു, ഉമറേ പാട്ടു പാടിയതല്ല ഉമറേ, അത് അള്ളാന്റെ കലാമാ, ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ കലാമാ, ഖുർആനാണ് ഞാൻ പാരായണം ചെയ്തത്, എന്നാ എനിക്കൊന്ന് തരുമോ, എനിക്കൊന്ന് തരുമോ? ഫാത്തിമ പറയുന്നു, ശുദ്ധിയില്ലാതെ തരൂല. ഉമർ ചെന്നിട്ട് ശുദ്ധിയാവുകയാ, കയ്യങ്കാലം കഴുകുകയാ, വൃത്തിയാവുകയാ. ഫാത്തിമയുടെ മുമ്പിലേക്ക് വന്നിരുന്നപ്പോ ഫാത്തിമ ഓതുകയാ, ത്വാഹ, അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്ത് ത്വാഹയുടെ 3-4 ആയത്തുകൾ അങ്ങ് ഓതിക്കൊടുത്തപ്പോ കാട്ടാളനായ ഉമർ നന്നായടോ, ഉമറിന്റെ ഹൃദയം പിടഞ്ഞടോ, ഉമറിന്റെ ധൈര്യം പോയടോ. അത് കലിമ പറഞ്ഞു മുസ്ലിമായടോ. എന്ത് കേട്ടിട്ടാ ചെറുപ്പക്കാരാ? ഒരു പ്രഭാഷകന്റെയും വഴുത് കേട്ടിട്ടല്ല, അള്ളാന്റെ ഖുർആനിലെ ചില ആയത്ത് കേട്ടപ്പോ ഉമർ നന്നായില്ലേ? ഉമ്മമാരെ, ഉപ്പമാരെ, ഞാനും നിങ്ങളും ഒരുപാട് ഓതുന്നുണ്ടല്ലോ, ഒരുപാട് ഖുർആൻ ഓതുന്നുണ്ടല്ലോ, മാറ്റം വരുന്നില്ലല്ലോ. കള്ള് കുടിക്കുന്ന ചെറുപ്പക്കാരാ, MDM ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരാ, മോനെ നീയേ നശിച്ചടാ. എന്തിനാ തലമുറയെ കൂടെ നശിപ്പിക്കുന്നവരുണ്ടല്ലോ? മോനെ ഖുർആൻ കേൾക്കാത്തവനാണോ നീ? ഉപദേശം കേൾക്കാത്തവനാണോ നീ? വയത് കേൾക്കാൻ കടന്നു വന്ന ഫർദയും ഹിജാബും ധരിച്ച പെങ്ങള്, ഇപ്പോഴും മൊബൈലിന്റെ കത്തിരുന്ന് ചാറ്റിക്കൊണ്ടിരിക്കുന്ന പെങ്ങള്, മോളെ ഖുർആൻ കേൾക്കാഞ്ഞിട്ടാണോ, ഉപദേശം കേൾക്കാഞ്ഞിട്ടാണോ? കയ്യിലിരിക്കുന്ന മൊബൈലിന്റെ അകത്ത് ഇഷ്ടപ്പെട്ട പ്രഭാഷകന്റെ പ്രസംഗങ്ങൾ നിറച്ചുകൊണ്ട് നടക്കുന്ന പെണ്ണ്, എന്തേ മോളെ നന്നാകാത്തത്? വാപ്പാ എന്തേ നന്നാകാത്തത്? എല്ലാവരും ചോദിക്കുന്നു, പ്രായമായിട്ടും വാപ്പ നന്നാകുന്നില്ല, ഉമ്മ നന്നാകുന്നില്ല, കുട്ടികൾ നന്നാകുന്നില്ല, ഉപദേശം ഒരുപാട് കൂടുതലാണ്, എന്നിട്ടും ഇവര് നന്നാകുന്നില്ലല്ലോ. ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഒരേ ഒരു കാരണമേ ഉള്ളൂ. കള്ളു കുടിച്ചതിന്റെ പേരിലല്ല, വ്യഭിചരിച്ചതിന്റെ പേരിലല്ല, പലിശ തിന്നതിന്റെ പേരിലല്ല. എന്തേ നിന്റെ മകനെ ഉപദേശിച്ചിട്ട് നന്നാകാത്തത്? ഉസ്താദ് ഉപദേശിച്ചല്ലോ, നീ ഉപദേശിച്ചു, ഭാര്യ ഉപദേശിച്ചു, ഭർത്താവ് ഉപദേശിച്ചു, കൂടപ്പിറപ്പ് ഉപദേശിച്ചു, കാരണവന്മാരുപദേശിച്ചു, കൂട്ടുകാരുപദേശിച്ചു, ഉസ്താദന്മാരുപദേശിച്ചു, കമ്മറ്റിക്കാരുപദേശിച്ചു, തങ്ങന്മാര് പറഞ്ഞു കൊടുത്തു, സയ്യിദന്മാരുപദേശിച്ചു നോക്കി, എന്നിട്ടും മക്കള് നന്നാകുന്നില്ല. അവര് നന്നാകാത്തതിന്റെ കാരണം ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഒരേ ഒരു കാരണമേ ഉള്ളൂ. ഖുർആനിനെ ബഹുമാനിക്കാത്തതിന് അല്ലാഹ് തന്ന ശിക്ഷയാണ് വാപ്പാ. അല്ലാഹുവിന്റെ ഖുർആനിന് കലാമല്ലേ, അല്ലാഹുവിന്റെ കലാമല്ലേ, അല്ലാഹുവിന്റെ കലാമല്ലേ. ആ ഖുർആനിനെ ബഹുമാനിക്കാത്തവന് അല്ലാഹ് കൊടുത്ത ശിക്ഷയാണോ? വമൻ അളിലമു മിമ്മൻ ദുഖിറ ബിആയാതി റബ്ബി സുമ്മ അറള അൻഹാ വനസിയ മാ ഖദ്ദമത് യദാ. അല്ലാഹുവിന്റെ ഖുർആനിന് കൊടുക്കേണ്ട പരിഗണന കൊടുക്കാതെ വന്നാൽ, അതിനെ ബഹുമാനിച്ചില്ലെങ്കിൽ, അതിനെ ആദരിച്ചില്ലെങ്കിൽ, അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്തില്ലെങ്കിൽ, അത് നീ പടച്ചവന് മനസ്സിലാക്കി നിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ അല്ലാഹു തരുന്ന ശിക്ഷ എന്താ? വഇൻ തദഊഹും മിനൽ ഹുദാ ഫലയഹ്തദൂ ഇദൻ അബദാ. അല്ലാഹ് പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല, അല്ലാഹ് പറഞ്ഞതാ. ഒരുപാട് പണ്ഡിതന്മാര് നിരന്നിരിക്കുന്നുണ്ടല്ലോ. അല്ലാഹ് പറഞ്ഞ മറുപടിയാണ് വൈന തദഊഹും മിനൽ ഹുദാ ഫലയഹ്തദൂ ഇദൻ അബദാ. ഒരു കാലത്തും നന്നാകില്ല, ഒരു കാലത്തും നന്നാകില്ല. അവരുടെ ഹൃദയത്തിൽ ഈമാനിന്റെ വെളിച്ചം കേറൂല, അവരുടെ ഹൃദയത്തിൽ ഹിദായത്തിന്റെ വെളിച്ചം കേറൂല.
എത്ര വയലു പറഞ്ഞിട്ടും കാര്യമില്ല, എത്ര കരഞ്ഞിട്ടും കാര്യമില്ല, എന്തൊക്കെ കാണിച്ചു കൊടുത്തിട്ടും കാര്യമില്ല. കാരണം എന്ത്? വൈദ് ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുദൂനനി വഖദ് തഅലമൂന അന്നി റസൂലുള്ളാഹി ഇലൈക്കും ഫലമ്മാ സഹൂ അസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ചെവി അടച്ചു വെച്ചിരിക്കുകയാണ് വാപ്പാ, ചെവി അടച്ചു വെച്ചിരിക്കുകയാ നിന്റെ വാപ്പാ. നിന്റെ ചെവി അല്ലാഹു അടച്ചു വെച്ചിരിക്കുന്നു, നിന്റെ മക്കളുടെ ചെവി അല്ലാഹു അടച്ചു വെച്ചിരിക്കുന്നു. പിന്നെ എങ്ങനെ കേൾക്കാനാ? പിന്നെ എങ്ങനെ കേൾക്കാനാ? ചെവി അല്ലാഹു അടച്ചു വെച്ചിരിക്കുകയാണ്, ഹൃദയം അല്ലാഹു സീലി വെച്ചിരിക്കുകയാണ്. പിന്നെ എങ്ങനെ കേൾക്കാനാണ്? പിന്നെ എങ്ങനെ നന്നാകാനാണ്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആനുമായി ബന്ധപ്പെട്, അതിനാദരിക്ക്, അതിനെ ബഹുമാനിക്ക്, അതിനെ സ്നേഹിക്ക്, അത് പഠിച്ചവരുമായിട്ടൊരു ബന്ധമുണ്ടാക്കിയെടുക്ക്. ഹാഫിളീങ്ങളായ പഠിച്ചവനെ ഒരുപാട് ഖുർആൻ പഠിക്കുന്ന മക്കളുണ്ടല്ലോ. മക്കളെ സാധാരണ കാര്യമല്ല, അത് പഠിക്കുക എന്ന് പറയുന്നത് വല്ലാത്ത ഒരു ഭാഗ്യമാ, അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്ന വലിയ ഒരു അനുഗ്രഹമാ. പക്ഷേ പഠിക്കണം ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരിക്കൽ നബി തങ്ങൾ ചോദിക്കുന്നു, സ്വഹാബാ ഖുർആൻ പഠിച്ച മക്കള് മനസ്സിലാക്കണ്, ഖുർആൻ പഠിച്ചിരിക്കുന്ന ഉമ്മമാര് മനസ്സിലാക്കണ്. നബി തങ്ങൾ ഒരിക്കൽ ചോദിച്ചു, സ്വഹാബാ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെ സഹാബാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിന് നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കുകയും ചെയ്യണം. അൽഹംദുലില്ലാഹ്, തുടക്കം തന്നെ ഹാഫിളീങ്ങൾ ആദരിച്ചു. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ, അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഖുർആനിലെ ഒരായത്തെങ്കിലും, ഒരു സൂറത്തെങ്കിലും കാണാതെ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നല്ലോ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു 10 ആയത്തെങ്കിലും കാണാതെ അറിയുമല്ലോ. നബി തങ്ങൾ ഒരിക്കൽ സഹാബത്തിനോട് ചോദിച്ചു, സ്വർഗത്തിൽ പോകുന്ന ഒരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെ. എന്താ നബിയെ? സ്വർഗത്തിലേക്ക് പോകാനുള്ള എളുപ്പ വഴി എന്താ? ഇവിടുന്ന് വഴുത് കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോ ആ പോകണ വഴിയിൽ ഒരു കല്ല് കിടക്കുന്നു, നീ നടന്നു പോകുന്ന വഴിയിൽ ഒരു കല്ല് കടന്നു, അല്ലെങ്കിൽ ഒരു കമ്പ് കടന്നു, ഒന്നുമില്ല, ആ കമ്പെടുത്ത് മാറ്റിയാൽ നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമായി എന്ന് നബി മുഹമ്മദ് മുസ്തഫ.